എണ്ണയുടെ വില 450 കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ. അപ്പോഴാണ് നമ്മൾ ഈ എയർ ഫ്രയർ വാങ്ങിച്ചത് ഒരു ഉപകാരമായല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എയർ ഫ്രയർ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മുടെ പോപ്കോൺ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. അപ്പം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാനത് വെച്ചത്. പക്ഷേ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ ഓഫറിൽ വാങ്ങിയ എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ പണി കിട്ടിയെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അതായത് കുക്കറിലിട്ട് പോപ്കോണൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ തളരാൻ തയ്യാറല്ലായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഓർത്തു. അത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഇട്ടത്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കപ്പലിൻ്റെയൊക്കെ ഒന്ന് പൊട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് മൂക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതെല്ലാം കൂടി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചു. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ച് പണി കിട്ടിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടിപൊളിയായിട്ട്